السلام عليكم ورحمة الله وبركاته. الحمد لله كفى وسلام على عباده الذين اصطفى. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മൾ ചെയ്യുന്നതായ നന്മകൾ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ ദുആകളൊക്കെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ, നമ്മുടെ ഭക്ഷണം, നാം കഴിക്കുന്ന ഭക്ഷണം അത് സംശുദ്ധമായിരിക്കണം, പരിശുദ്ധമായിരിക്കണം. നമ്മുടെ സമ്പാദ്യങ്ങളൊക്കെ പരിശുദ്ധമായിരിക്കണം, വളരെ പവിത്രമായിരിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഒരു വേളയിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളെ ഉപദേശിക്കുകയാണ്. അന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രസംഗം എന്തായിരുന്നു? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗം അന്ന് പരിശുദ്ധമായ ജീവിതത്തെ കുറിച്ചായിരുന്നു, പവിത്രമായ ജോലിയെ കുറിച്ചായിരുന്നു, ഹലാലായ രീതിയിൽ സമ്പാദിക്കുന്നതിനെ പറ്റിയിട്ടാണ് റസൂലുള്ള ഞങ്ങളോട് വഅദ് പറഞ്ഞത്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങളോട് പറഞ്ഞു, അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിയാമത്ത് നാൾ വരെയും വരുന്ന മനുഷ്യനോട് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, യാ അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഇന്നല്ലാഹ ത്വയ്യിബുൻ, അല്ലാഹു പവിത്രനാണ്, പരിശുദ്ധനാണ്. അല്ലാഹു പരിശുദ്ധനാണത്രേ. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ കാര്യങ്ങളെ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധമായ പരിപൂർണമായ കാര്യങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുകയുള്ളൂ. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീൻ ബിമാ അമറ ബിഹിൽ മുർസലീൻ. മുർസലീങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തുകൊണ്ടാണോ കൽപ്പിച്ചത്, അതുപോലെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചിരിക്കുകയാണ്. മുർസലീങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്താണ് കൽപ്പിച്ചത്? യാ അയ്യുഹർ റസൂൽ കുലൂ മിൻ ത്വയ്യിബാതി വഅമലൂ സാലിഹാ. നിങ്ങൾ പരിശുദ്ധമായതാണ് ഭക്ഷിക്കേണ്ടത്. മുർസലീങ്ങളോട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, കുലൂ മിൻ ത്വയ്യിബാത്, നിങ്ങൾ പരിശുദ്ധമായതാണ് ഭക്ഷിക്കേണ്ടത്. സഹോദരങ്ങളെ, നമ്മളോടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാണ് കൽപ്പിച്ചിരിക്കുന്നത്. മുഅ്മിനീങ്ങളോടും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുന്നത് പരിശുദ്ധമായ ജോലിയെയാണ്, പരിശുദ്ധമായ സമ്പാദ്യത്തെയാണ്, പരിശുദ്ധമായ പവിത്രമായ ഭക്ഷണത്തെയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിക്കുന്നത്. ഉദരങ്ങളിലേക്ക് ഹലാലായ മുതലുകളാണ് പോകേണ്ടത്, ഹലാലായ ഭക്ഷണമാണ് നമ്മൾ കഴിക്കേണ്ടത്. ഹറാമിനെ തൊട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ശക്തമായ താക്കീത് നൽകുക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബാ, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ അനുഗ്രഹങ്ങളുണ്ടല്ലോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നൽകിയ റിസ്ഖുകളുണ്ടല്ലോ, ആ റിസ്ഖുകളിൽ നിന്ന് പവിത്രമായതിനെ, പരിശുദ്ധമായതിനെ, അല്ലാഹു ഹലാലാക്കിയ ഭക്ഷണത്തെ നാം കഴിക്കാൻ പാടുള്ളൂ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹറാമാക്കിയ ഭക്ഷണത്തെ നാം കഴിക്കല്ലേ സഹാബാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വളരെ ശക്തമായ രീതിയിൽ താക്കീത് നൽകുന്നു.
നൽകുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഒരു മനുഷ്യന്റെ സംഭവം പറയുകയാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളുടെ സംഭവം പറയുകയാണ്. യുതീലു സഫറ അശ്ഗദ അഗ്ബറ യമുദ് യദൈഹി ഇലസ്സമാ. ഒരു മനുഷ്യനതാ കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്ന ഒരു യാത്രക്കാരനായ മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്. വർഷങ്ങൾ മാസങ്ങൾ എടുത്തുകൊണ്ട് ഒരു സഞ്ചരിക്കുന്ന സഞ്ചാരിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു. മുടികൾ ജട പിടിച്ചുകൊണ്ട് പാറിപ്പറന്നുകൊണ്ട് പൊടിപടലങ്ങൾ പുരണ്ടുകൊണ്ട് മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് മുഷിഞ്ഞ വസ്ത്രധാരിയായ ഒരു യാത്രക്കാരനെ കുറിച്ച് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഒരു പാവപ്പെട്ട ഫഖീറിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ആ ഫഖീറാണെങ്കിലോ യമുദ്ദു യദൈഹി ഇലസ്സമാ, ആകാശത്തിന്റെ വിരുമാറിലേക്ക് ആകാശത്തിന്റെ സീമകളിലേക്ക് രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് ചോദിക്കുകയാണ്. യാ റബ്ബി യാ റബ്ബി ومطعمه حرام ومشربه حرام وملبسه حرام وغذي بالحرام فأني يستجاب لذلك. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്നു, സഹബാ, ആ മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണമാണെങ്കിലോ ഹറാമാണ്, ആ മനുഷ്യൻ കുടിക്കുന്ന പാനീയമാണെങ്കിലോ ഹറാമാണ്, ആ മനുഷ്യന്റെ വസ്ത്രം ഹറാമാണ്, അവന്റെ പാർപ്പിടവും ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, ഹറാമായ ജീവിത ശൈലി മുഴുവനും ഹറാമായ മുഴുവൻ വസ്തുക്കളും അവനെ ആവരണം ചെയ്തിരിക്കുകയാണ്, അവനെ പൊതിഞ്ഞിരിക്കുകയാ, ഹറാമിൽ അവനെ മുങ്ങിക്കുളിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫഅന്നീ യുസ്തജാബു ലിദാലിക. അങ്ങനെയുള്ള മനുഷ്യർ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് തന്റെ സങ്കടങ്ങളും തന്റെ ആവലാദികളും തന്റെ വേവലാദികളും തന്റെ വിഷമങ്ങളും തന്റെ ദുഃഖങ്ങളും പറഞ്ഞ എത്ര പൊട്ടിക്കരഞ്ഞിട്ടാണെങ്കിലും എത്ര ദാനധർമ്മങ്ങൾ ചെയ്തിട്ടാണെങ്കിലും എത്ര സുഹൃതങ്ങൾ ചെയ്തിട്ടാണെങ്കിലും പാതിരാത്രിയിൽ തഹജ്ജുദ് നമസ്കരിച്ചിട്ടാണെങ്കിലും ഹറാമായ ജീവിതം നയിക്കുന്നവന്റെ ദുആ അല്ലാഹു സ്വീകരിക്കൂല, അവന്റെ ദുആ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കൂല, അവന്റെ ദുആ അല്ലാഹുക്ക് വേണ്ട, അവന്റെ കണ്ണുനീര് അല്ലാഹു പരിഗണിക്കൂല, അവന്റെ സമ്പത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കൂല. സഹോദരങ്ങളെ, നമ്മുടെ ഭക്ഷണമൊക്കെ ഹറാമല്ലേ? നമ്മൾ കുടിക്കുന്നത് ഹറാമായ പാനീയമല്ലേ? കള്ള് കുടിച്ചുകൊണ്ട് ചില ആളുകൾ അവൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് രഹസ്യമായിട്ടും പരസ്യമായിട്ടും ചോദിച്ചിട്ട്, കള്ളുടിയന്മാരായ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഈ റസൂലുള്ളാഹിന്റെ ഹദീസിനെ നിങ്ങളൊന്ന് കാതോർത്തിരുന്ന് കേട്ടുകൊള്ളുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്തേ നമ്മുടെ വിഷമങ്ങൾ അവനോട് പറഞ്ഞിട്ട് പോലും, നമ്മുടെ അവലാദികൾ അവനോട് രേഖപ്പെടുത്തിയിട്ട് പോലും നമ്മുടെ ഗദ്ഗതങ്ങൾ അല്ലാഹു കാണാത്തതെന്തേ? സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വമശ്റബുഹു ഹറാം, അവന്റെ പാനീയമുണ്ടല്ലോ, അവൻ കുടിക്കുന്ന വെള്ളമുണ്ടല്ലോ, അത് ഹറാമാ. പാവപ്പെട്ടവന്റെ കണ്ണുനീര് വീഴ്ത്തിയിട്ട് സമ്പാദിക്കുന്ന സമ്പാദ്യമുണ്ടല്ലോ, അയൽവാസിയെ ദ്രോഹിച്ചിട്ട് അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചിട്ട് നീ ജീവിക്കുന്ന നിന്റെ ജീവിതമുണ്ടല്ലോ, നിന്റെ ആഡംബരമായ ജീവിതമുണ്ടല്ലോ, അതല്ലാഹുക്ക് വേണ്ട ചെറുപ്പക്കാരാ. പാവപ്പെട്ടവരെ വിഷമിപ്പിച്ച, പാവപ്പെട്ടവരെ ദുഃഖിപ്പിച്ചു കഴിഞ്ഞ, അനാഥ മക്കളുടെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരെ, അനാഥ മക്കളുടെ ഭക്ഷണം അധർമ്മ മാർഗത്തിലൂടെ ഭക്ഷിക്കുന്നവരെ, പാവപ്പെട്ട ആളുകളെ സഹായിക്കാതെ പാവപ്പെട്ട യതീമീങ്ങളെ കെട്ടിച്ചു വിടാതെ, സഹോദരങ്ങളെ, പാവപ്പെട്ട അഗതികളെയും അനാഥകളെയും കൈപിടിച്ചുയർത്താതെ നീ ജീവിക്കുന്ന നിന്റെ ജീവിതമുണ്ടല്ലോ,
നിന്റെ സമ്പാദ്യമുണ്ടല്ലോ, അതൊന്നും അല്ലാഹുക്ക് വേണ്ട ചെറുപ്പക്കാരാ. അതുകൊണ്ട് ജീവിതത്തിൽ സുഹൃതം ചെയ്തോ, ഹറാമിൽ നിന്ന് മാറി നിന്നുകൊള്ളുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നന്മയായ വഴിയിലൂടെ ജീവിച്ച് അല്ലാഹുവിലേക്ക് അടുക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ.